മുഴുമിപ്പിക്കാൻ. വെളുപ്പിന് ഒരു തൊട്ടിട്ടില്ല, മരിക്കാൻ തീരുമാനിച്ചതുപോലെ. മനസ്സിലായോ? അല്ല തമ്പ്ര, മോനുള്ളപ്പോ പറയണ അങ്ങനെ മനസ്സിലാക്ക. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. उसको पसंद नहीं करता है क्योंकि वो कभी मिल जाता था ना अपनी माँ से, इसीलिए മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയ उसे मान रहे. दूर से देख रहा है. നീറി നീറി ദഹിക്കുക വയ്യ. പച്ചയ്ക്ക് കത്തുന്ന മനസ്സും ശരീരവുമായി. സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ. അതിനൊരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. अच्छा इसी से पूछेगा. കുഞ്ഞിനുണ്ട്, പക്ഷേ എന്റെ ധർമ്മം. കൊല്ലങ്ങളായി കോലത്തെ ഉപ്പും ചോറും തിന്നണം. इसने वादा किया था ना किसी को नहीं बताएगा. എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്ന് കുഞ്ഞ് മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? ഒരിക്കലും വെറുക്കരുത്. ആഗ്രഹിക്കാണ്ട് കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിടണമെന്നുള്ള വിചാരം വേണ്ട. ये कौन आया? पता नहीं. മദ്രാസിൽ നിന്ന് വരിക. എന്ത് വേണം? നിങ്ങളൊന്നും വേണ്ട, അപ്പു അമ്മയൊന്ന് വിളിക്കും. വരേ. അയാളാരാ? എന്റെ അമ്മയുടെ അണ്ണാത അപ്പു മാഷ്. ഓ, മരിച്ചുപോയ കുട്ടിമാളുവിന്റെ മോൻ. പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ട് മാഷ് താമസം. उसी का जानकार है शायद. इससे मिल जाएगा ना. अच्छा आपू, हाँ आपू इसका नाम था ना. ഇപ്പോ ഹോട്ടൽ 4 കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡി കടയും. उस लड़की ने जो लेटर लिखा था ना, കേവനായല്ലോ. वही होगा शायद. ऐसा नहीं इसकी बेटी के लिए आ रहा हो सकता है. ഇത് ഭാനു അല്ലേ? പിന്നല്ലാതെ ശാരദ അങ്ങ് പെരിയ പെണ്ണ മുറി. അപ്പോ നെല്ലിപ്പോയിലെ വീട്ടിൽ താമസമാക്കാൻ പോവാ? എങ്ങനെ പറ്റും? മദ്രാസിൽ ഇക്കൊണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടി അങ്ങോട്ട് മാറും. അന്യരുടെ 10 പേര് अपने साथ ले आना अच्छा रहा शायद, ऐसा लग रहा मुझे. എന്താ ഭാനു, ആരും ഒന്നും മിണ്ടാത്തേ? तो फिर अकेला पड़ जाएगा. ഇനി ഇവർക്ക് ഞാനുണ്ട്. പക്ഷേ സെഞ്ച ഉദവികൾക്ക് നന്ദിയുണ്ട്. ആ മദ്രാസിൽ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യൂ. സൈതാപ്പേട്ടിൽ നായർ ചെല്ലു മോളെ. पता नहीं कैसा आदमी हो कि उसी की तरह ना हो जैसे पहले वाला था. पहले वाला देख रहा हूँ लिखते हुए से. ഞാൻ क्या लिख रहा है? അവറ്റയ്ക്കൊക്കെ ബുദ്ധിയായി. ഇപ്പൊ അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോ എന്തോ നമ്മൾ രണ്ടുപേരും ये दोनों बच गए घर में. വരേ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുക, നമുക്കൊരു യാത്ര പോവാം. നല്ല കാര്യം. कहाँ जाना चाह रहा है? हरिद्वार, ऋषिकेश? ऐसे मतलब ऐसे घूमने का प्लान ना. ഡൽഹി ചെന്നിട്ട് CS-ന്റെ പ്രോഗ്രാം പോലെ ഫ്രീ ആണെങ്കിൽ അയാളെ കൂട്ടാം.
എന്നാൽ അതിനുള്ള എന്നിട്ട് നാളെ തന്നെ വിടുക. അല്ല നീലന്റെ ഏർപ്പാടെന്ന് പറയുമ്പോ രണ്ടും കൽപ്പിച്ചായിരിക്കുമല്ലോ. അതിനാടോ ത്രില്ല്. ഭൂതകാലത്തിന് മുഴുവൻ ബലിയിട്ട് പ്രായച്ചിത്തം നടത്തിയ ഒരു യാത്ര. प्रायश्चित करने के लिए जा रहा है. ये तो वही है. अरे जिसने उसे जॉब ऑफर की थी वही है नहीं. ये बार है. ഞാൻ പണിക്കർ ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യം അറിയാമായിരിക്കുമല്ലേ? ഉവ്വ്. അപ്പുമാഷിന്റെ മോള്. ഇന്ന് അവൾ നിങ്ങൾക്ക് അപ്പുമാഷയുടെ മോള് മാത്രമാണ്. अच्छा इसे पता चल गया. ഞാൻ ജയിച്ചു. എന്നിട്ട് അവളുടെ ചിലങ്ക കഴിപ്പിച്ചു. വീരകൃത്യം അല്ലേ? ന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി. എല്ലാം തൊലച്ചു. നിങ്ങളെ പോലൊരു ഫ്യൂഡൽ തെമ്മാടി माफी मांगी. माफी नहीं मांगी. വലിയ പുണ്യം. माफी तो नहीं मांगी सर. ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു प्रायश्चित करेगा. यहीं चला गया. उससे वैसे इसने माफी नहीं मांगी थी ना. माफी भी नहीं मांगी, उसे समझाया भी नहीं है. അച്ഛനില്ലേ? ഇല്ല. सॉरी लेने के लिए आ रहा है. ആ അച്ഛൻ എപ്പോ വരും കുട്ടി? വന്നത് മാഷിനെ കാണാനല്ല, ഇയാളെ കാണാനാ. ആ മൂപ്പരുണ്ടല്ലോ. ആ അപ്പോ തെറ്റിയിട്ടില്ലേ? ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവമല്ലേ. ഹൈറ്റ്സിലൊക്കെ എത്തണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരുത്തൻ കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്ന പറയൂ വാരമ്മ. പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നോ? ശേഷം ഉണ്ടാവും. എന്നും എവിടെയും തോൽക്കാൻ എനിക്ക് അത്രയും വേണ്ടിയിരുന്നില്ല ഭാനുവച്ചി. വേണം മോളെ. എന്റെ കണ്ണീന്നൊഴുക്കിയ ചോരയ്ക്ക് ഇതിന് തുല്യല്ലേ ഇത്? അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു. भूल ही जाना चाहिए उसे. അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചിക്കുണ്ടാവരുത്. वो चला गया तो चला गया. മിടുക്കിയ അല്ലേ വരരെ? മനസ്സുറപ്പ്. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റിയടിച്ചത്. ഒന്നിന് പുറകെ മറ്റൊന്നായി. ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായച്ചിത്തം ചെയ്യണം അറിയില്ല. वही गाड़ी का टायर फंस गया. अच्छा किसी ने जानबूझ के कराया था. अच्छा जी आ गया. മുണ്ടക്കൽ ശേഖരൻ. കുറെ നാളായടാ. तो जाल बिछा रखा था. हाँ उन्होंने कैसे हटा. വരരെ ജീപ്പിൽ കയറിയിരുന്നുള്ളൂ. നീല जा. बे भाग गया. उसे गाड़ी से कुचल नहीं जा रहा सर. अच्छा
भयंकर की मारता नहीं उसे कहीं घायल किया हुआ शायद में എന്താ കേട്ടാ വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാ. എന്റെ ഈശ്വര, അപ്പൊ തോന്നിയൊരിതില് ഞാൻ എന്താ പറഞ്ഞത്? അറം പറ്റിയ വാക്കായി പോയല്ലേ. എടുത്ത തന്നെക്കാൾ പോകുന്നിടത്ത് രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു. ഏതു മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. उसके पापा कोई फर्क नहीं पड़ रहा. വരും. എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ, മടിക്കണ്ട. പട്ടുസാരിയോ സെന്റോ എന്താണെന്ന് വെച്ചാ. जिसके ऊपर पसंद करता है. और बाकी इसके पापा तो अजीब से है, मतलब अब उसका मतलब खत्म हो गया तो उसे कोई फर्क नहीं पड़ रहा. ദേവി, എന്റെ ഭഗവതി, ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ജീവൻ പോയെന്നും ഇല്ലാന്ന് 2 കളയിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത്. ജീവനുണ്ട് മാത്രമല്ല, പരിക്കൊന്നും അത്ര സാരമുള്ളതും അല്ല. അത് അങ്ങനെ ചാവുന്നതാ. यहाँ छुपे हुए हो. കൊല്ലട്ടെ, എനിക്ക് ഇനി ഇങ്ങനെ हाँ, यहाँ छुपे हुए हैं. അയാൾ പണം വാരി मारता വിതറിക്കുക. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ नहीं, ये वो लोग हैं जिन्होंने मारा था. कि उसके आदमी है. ना ना ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല. അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു. അച്ഛൻ അല്ല, എന്തൊക്കെയോ കണക്കുകൂട്ടില്ല അച്ഛന്. അച്യുതാട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അതയാൾ ഇത്രയും കൊണ്ടുവരുന്നത് अच्छा डिस्चार्ज എത്ര വേഗം यानी ദിവസങ്ങൾ वो പോയത്. हॉस्पिटल में था. अब डिस्चार्ज हुई शायद. ये बच कैसे गया पहले वो? इतने बड़े हमले में कोई बच नहीं सकता. വെക്കോളൂ. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തുന്ന്. कुछ पता नहीं, सब हंस रहे हैं उसको देख के. വരേ. ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ആഹാ, ഒറ്റ ചവിട്ടേ വെച്ചേരും. ചവിട്ടാലോ? क्या कर रहे हैं? നീല ചികിത്സ കൊണ്ട് ഗുണുണ്ടാവും. എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞാൻ പറയണത് കേൾക്ക. എല്ലാവരും എന്നോട് കാരുണ്യം അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി പറിക്കും. എങ്കിൽ എനിക്ക് വയ്യ വാരി കരുതിയിട്ടുണ്ടോ? ഒരു സുഹൃത്തിന്റെ കൂടപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള फादर की तरह मांगने लग गया. അച്ഛന്റെ സ്നേഹത്തോടെ पहले कैसे करता था. വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ? വാട്ടടോ, തീർത്തിട്ട് തെക്കാൻ കണ്ടത് കപ്പാണുള്ളതാ. ഓ ആ अब इसको क्यों दिखाई दे रहे हैं? അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് अच्छा ये तो गया था അതൊരു शायद സുഖമല്ലല്ലോ എന്ന് मारने കരുതി മാറി നിന്ന്. हाँ ये तो गया था. उसी का नेफ्यू था ना ये. ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ മടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ. ശേഖര, അസമയത്ത് പോവാൻ നോക്ക്. വേണ്ട, നാട്യമൊന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര. ഞാൻ വഴങ്ങി എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ഇരുട്ടിന്റെ മറവുമില്ലാതെ
നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിൽ രണ്ട് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. എല്ലാവർക്കും नफरत करता है ഇനി എനിക്കത് വ്രതമാണ്. നോക്കിയോ, हैं मालिश करवा रहा വല്ല ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? इलाज അതോ हो പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ. വൈദ്യത്തിൽ कुछ दवाई वगैरह लगा रहे हो ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട. തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണം. हैं वे 5 ദിവസം बंद करें ആരാ അത്? इन्हें पुलिस कंप्लेंट क्यों नहीं है कुछ कहने आर होगा ना उसके बाद कर लेता हूँ जब इसने हमला किया था ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോ ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. 2 കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ തന്റെ മുഖത്തൊരു കടുപ്പം എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ട നിർത്തടാ ചട്ട. इसके आदमी कहाँ होंगे കിടക്കട പൊളക്കാണ്ട് കിടക്ക്. वो बैंक है उसके सीधा माथे से खून निकलने लग गया आगे भी आगे നടക്കാതെ പോയ നിരാശയോ അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലെ? എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞുള്ളൂ ആര്യരെ. നീലകണ്ഠൻ ദ്രോഹിച്ചു സന്തോഷമുണ്ട് കേട്ടോ. जाने लग गए कुछ बोले भी नहीं थे बस केवल दूर से देखकर बस ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ല്ലോ ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി. പ്രായം തികഞ്ഞ ഒരു इसके पापा ज्यादा घंटा उस टाइम तो उसी ने जगह दी रहने की सब भूल गए इसके पापा ഒരു മനുഷ്യനാണ് അയാൾ ഇന്ന്. തർക്കുത്തരം വേണ്ട. അച്ഛാ, അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? പോയി കണ്ടു. इसके पापा बहुत मतलबी है വേറൊരുത്തന്റെ ഔദാര്യത്തില് ഇപ്പൊ 3 നേരം സുഭിക്ഷയായിട്ട് കഴിയാൻ വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. उस समय कैसा था ये बना हुआ रोता रहता था हर समय अब देखो ഞാൻ അവന്റെ മുഖത്ത് നോക്കും. क्या समय रखो तू ഇനി പോണെന്ന് കരുതിയതല്ല. പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കില് फिर से चली गई എന്തിന്, എന്ത് കാര്യത്തിന് ഒന്നും ചിന്തിച്ചില്ല. വരണമെന്ന് തോന്നി. പറഞ്ഞില്ലല്ലോ ഭാനു. ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. ഈശ്വര കോപം ഉണ്ടാവും. താൻ വെറുതെ പാവം വലിച്ച് തലേ കേട്ടണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്. എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായച്ചിത്തം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത്
പഴയ നീലകണ്ഠൻ മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്. എന്നോട് കാണിക്കുന്ന ഒരു ദയ ഒരു പാവത്തിൽ നിന്നെങ്കിലും फिर से ठंडी उसमें रिक्वेस्ट कितना से उसकी हेल्थ ठीक होने लगी. ഞാൻ കരുതിയത് അച്ഛൻ അറിയുമ്പോ വലിയ സന്തോഷാവുന്ന. അച്യുതേട്ടന്റെ കാര്യസ്ഥല്ല, മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോ എന്ന് ഓർക്കുമ്പോ. इसकी बहन वही आ गई. इसकी बहन क्या गई वहाँ? ऐसा तो नहीं करती कहीं रात को वहीं जाती है अपने कभी भी मिलने आ रही है उससे. മറുപടിയും വന്നു. അദ്ദേഹം വരുന്നുണ്ട്. ഓഹോ, ആ, കൂടെ ഡൽഹിയിൽ എന്റെ സുഹൃത്തായ CS ഉണ്ട്. ഇത്രയൊന്നും പെട്ടെന്ന് എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച്? ഞാനിവിടെ വെറുതെ ഇരിക്കാന്നാ? ഇനി ആ വീൽ ചെയറിനടുത്തേക്ക്. വീണാലല്ലേ നടക്കാനാവൂ. കണ്ടിട്ടില്ലേ കുട്ടികളെ? എന്താ ഈ കാട്ടണത് നീല? എനിക്ക് എന്റെ ആൾക്കാരെ കൊണ്ട് പുഴക്കരപ്പറമ്പിൽ ഒരു ഒറ്റ നാളികേരമില്ല. എന്തിനും ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായ इसके आदमी क्या दिख नहीं रहे. चले गए वो तो. कहाँ गए? ഞാനൊരു പെറ്റീഷൻ കൊടുത്താലോ എന്ന് വിചാരിക്കുക. പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല. വേണ്ട, उसके बाद दिखे भी नहीं. എന്തെങ്കിലും ആവട്ടെ. अब इसके पास उतने रुपए भी नहीं थे. മറന്നേ പറ്റൂ. കാരണം जरूरत भी नहीं है ഇപ്പൊ वैसे. മനസ്സ് മുഴുവൻ നീയാണ്.